I would like to invite വരണാധികാരി, മുഖ്യ വരണാധികാരി എന്ന രണ്ടുപേരുണ്ട്. എന്റെ വലതുവശത്തിരിക്കുന്നത് വരണാധികാരിയാണ്, എന്റെ ഇടതുവശത്തിരിക്കുന്നത് മുഖ്യ വരണാധികാരിയാണ്. വരണാധികാരി വിളിക്കുകയാണ്. പ്ലീസ് 15 പേരുടെ 14 പേരുടെ ഇലക്ഷൻ നിങ്ങൾ വളരെ നൈസായിട്ട് കണ്ടക്ട് ചെയ്യും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, KGHM സംസ്ഥാന സമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ സംസ്ഥാന സമ്മേളനം. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ KGHM നിന്നല്ല, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഞാൻ വിട പറയുകയാണ്. വലിയ സന്തോഷമൊന്നും ഞാൻ ഓർത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് അവസാന ഒരു ചാൻസാണ്, ഇന്നൊരു പൊട്ടിക്കലാശം നടത്തി നല്ലപോലെ സംസാരിച്ചാൽ പിരിയണം പറ്റി. പ്രസിഡന്റ് നിങ്ങൾ പോയപ്പോ പറഞ്ഞ് നീട്ടലിലേട്ടാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ പൾസും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും എന്നെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തതിൽ ഞാൻ ആദ്യമായി എന്റെ സന്തോഷം ഈ സദസ്സിന് മുമ്പാകെ അറിയിക്കുകയാണ്. പക്ഷെ ഇന്നലെ വൈകി ഇലക്ഷൻ നടക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനായി തെരഞ്ഞെടുത്തതല്ല, ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനായി ആക്കിയതാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ചെയർമാന് നോമിനേഷൻ കൊടുക്കാൻ പറ്റുള്ളത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു നോമിനേഷൻ കൊടുക്കാൻ പറ്റുകയോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മിറ്റി മെമ്പർ ആവാനോ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുക. അപ്പോ എന്ത് തന്നെ ആയാലും KGHM സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കഴിഞ്ഞ 23 വർഷമായി 20 വർഷം തുടർച്ചയായിട്ട് ഒറ്റ മീറ്റിംഗിൽ മുടങ്ങാതെ വന്നതിന്റെ പേരിൽ ഒരു അവാർഡ് ഇരിക്കുന്നത് ഇതുമായിട്ടൊന്നും പോയിക്കോളെന്ന് എനിക്ക് പറഞ്ഞേക്കാം. ഇനി ആ വഴിക്ക് വന്നേക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇനിയും ആ മീറ്റിംഗിലൊക്കെ പങ്കെടുത്തു. KGHM സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ പണ്ടൊരാള് ഞങ്ങളുടെ കൊടുങ്ങല്ലൂര് ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. ഏത് ഹോമിയോ മരുന്ന് കഴിച്ച് ഏത് പേഷ്യന്റ് അടുത്ത് ചെന്നാലും പുള്ളിക്കാരൻ ഹോമിയോ മരുന്ന് കഴിച്ചതിനാ വിമർശിക്കും. നിങ്ങൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട വ്യക്തിയാണോ എന്ന് ചോദിച്ച് കളിയാക്കി ഹോമിയോ ഡോക്ടറെ കളിയാക്കും, ഹോമിയോപ്പതിനെ കളിയാക്കും. അങ്ങനെ പുള്ളിക്ക് പേരക്കുട്ടിയായപ്പോ പല ആന്റിബയോട്ടിക് കൊടുത്തിട്ടും റിയാക്ഷൻ മരുന്നൊന്നും പറ്റാതായപ്പോ ആരൊക്കെ പറഞ്ഞു ഹോമിയോ മരുന്ന്. മരുമകൻ ഹോമിയോ മരുന്ന് കുട്ടിക്ക് കൊടുത്ത് നല്ല റെസ്പോൺസ് കിട്ടി. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഹോമിയോ മരുന്ന് മേടിക്കാൻ ഹോമിയോ ഡിസ്പെൻസറി അന്വേഷിച്ച് ഈ പീഡിയാട്രീഷ്യൻ കാറിൽ വരികയാണ് ഹോമിയോ ഡിസ്പെൻസറിന്റെ. അപ്പൊ വരുന്ന വഴിക്ക് പലരും കണ്ട് സാറ് എവിടെ പോകണം, പുള്ളിക്ക് പറയാൻ നാണക്കേടാണ്, ഹോമിയോ ഡിസ്പെൻസറിൽ പോകാൻ നാണക്കേട്. അങ്ങനെ പിന്നെ അവിടെ വണ്ടി നീക്കിയെടുത്ത് വേറെ ആൾക്കാണ് സാറ് എവിടെ പോകണം. അപ്പോൾ ഇല്ല ഞാൻ ഇവിടെ ഒരാളാണ്. ലാസ്റ്റ് പുള്ളി പറഞ്ഞേ ഒരാളോട് വെച്ച് ഇവിടെ ഒരു പട്ടാളത്തിൽ നിന്ന് വന്ന ഒരു ഭാസ്കരന്റെ വീട്ടിലല്ലോ എന്ന് പറഞ്ഞു. പട്ടാളത്തിൽ നിന്ന് വന്ന ഭാസ്കരൻ വേറെ ഏതാ നീ കിടന്നത് പട്ടാളത്തിൽ നിന്ന് വന്ന ഭാസ്കരനാണ്. പട്ടാളത്തിൽ നിന്ന് വന്ന ഭാസ്കരൻ ഇല്ലല്ലോ ഇവിടെ. അപ്പൊ 2 പേരോടൊക്കെ ചോദിച്ചു, ആർക്കും അറിയില്ല. പറഞ്ഞു ഇവിടെ ഒരു ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, അതിന്റെ അടുത്താണ് ഭാസ്കരന്റെ വീട്. ഹോമിയോ ഡിസ്പെൻസറി ഇതിലെ റൈലിലേക്ക് തിരിച്ചാൽ കാണാം. അങ്ങനെ പുള്ളി വഴി വെച്ച് ആ ഹോമിയോ ഡിസ്പെൻസറിലെത്തി മരുന്ന് മേടിച്ചു പോയിട്ടു. അതേപോലെ ഞാൻ ഈ വഴി വെച്ച് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിയെന്ന് വരും. അതേപോലെ വേറൊരാൾക്ക് ഈ പക്ഷെ അവിടേക്ക് ചെന്നാൽ ചിലപ്പോൾ അവരെന്ന് ഇരുത്തോന്നും അറിയില്ല, എത്തി നോക്കിയാലും ചിലപ്പോൾ പിടിക്കും. പണ്ടൊരാള് ഒരു ഭ്രാന്താസ്പത്രിയുടെ മതിലിന്റെ അടുത്ത കൂടെ നടക്കാൻ പോയിരുന്നത് രാവിലെ മോർണിംഗ് വാക്കിന് നടക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരാൾ ആ മതിലിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ഒരു നമ്പർ ഇങ്ങനെ പറയും 22. ഇയാൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. അടുത്ത ദിവസം നടന്നു പോയപ്പോൾ അത് 28 എന്ന് പറയുന്നത്. 3-ാമത്തെ ദിവസം അയാൾ പോയപ്പോ 33 എന്ന് പറയുന്നതാണ്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ അവിടെ നോക്കിയപ്പോ 2 ഹോള് കാണുന്നുണ്ട്. ആ ഹോള് കൂടെ കണ്ണിട്ട് നോക്കിയാൽ അപ്പുറത്ത് എന്താണ്. അപ്പൊ അത് നോക്കി കഴിഞ്ഞപ്പോ ആ ഭ്രാന്തൻ ഒരു കമ്പി കൊണ്ട് ഒരു കുത്താട് കുത്തി കണ്ണിന്ന് പൊട്ടു. അത് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞ 33 വരെ 34 എന്നാണ് പറയുന്നത്. അതേപോലെ ഞാൻ എത്തിച്ചു നോക്കാൻ നിന്നാല് എന്താണ് തോന്നുന്നു എനിക്ക് ഭയങ്കര പറ്റുന്നത്. ഇപ്പൊ നമുക്ക് കടലാസുകൊണ്ടുണ്ടാവും ഇതേപോലെ കുത്തനായി കൊടുത്താണ്. എന്റെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 56 പേര് അടങ്ങുന്നതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. 14 പ്രസിഡന്റുമാര് ജില്ലയിൽ വരുന്ന 14 ജില്ലാ സെക്രട്ടറിമാരുൾപ്പെടെ 28 പേരും 14 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒരേ ജില്ലയിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുത്ത് വരുന്ന
ഇവരും കൂടി ഉൾപ്പെടെ 52 പേരാണ്. ബാക്കി 14 പേരുടെ ഇലക്ഷൻ ഇന്നലെ നോമിനേഷൻ കിട്ടി. ഇലക്ഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അവസാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ കൂടുകയുണ്ടായി. 14 പേർക്ക് പകരം 18 നോമിനേഷനാണ് ലഭിച്ചത്. നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പും അതിന്റെ ഐക്യവും അതിന്റെ ദൃഢതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി 4 മാന്യ വ്യക്തികൾ സ്വമേധയാ നോമിനേഷൻ പിൻവലിച്ചുകൊണ്ട് 14 പേരെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു. ആ മാന്യ വ്യക്തികളുടെ പേരുകൂടി ഞാൻ പറയാണ്. ആദ്യം 4 പേര് പിൻവലിച്ചവര് ഡോക്ടർ ഗോപകുമാർ ആലപ്പുഴ, ഡോക്ടർ എൻ സോമൻ, ഡോക്ടർ രാജീവ്, ഡോക്ടർ എൻ സുനിൽകുമാർ. ഈ 4 പേരുടെ സഹകരണത്തോടു കൂടി നമ്മൾക്ക് ഐക്യകണ്ഠേന 14 പേരുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണാധികാരിയായ എനിക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയിക്കാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഈ 14 പേരുടെ പേര് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഒന്ന് ഡോക്ടർ പ്രേമേന്ദ്രൻ, ഡോക്ടർ സുരേന്ദ്രനാഥ്, ഡോക്ടർ അജയൻ, ഡോക്ടർ രാമേന്ദ്ര വാര്യർ, ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് മസാനി, ഡോക്ടർ ബി വിജയകുമാർ, ഡോക്ടർ ബി സുനിൽകുമാർ, ഡോക്ടർ സലീം എസ്, ഡോക്ടർ റോയി സക്രിയ, ഡോക്ടർ ജെ ബോബൻ, ഡോക്ടർ സി ബി വത്സലൻ, ഡോക്ടർ എൻ സാബു, ഡോക്ടർ അനീഷ് കുമാർ, ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ. ഇങ്ങനെ 14 പേരാണ് ഇന്നലെ എലക്ട് ചെയ്തത്. ഈ വിവരം ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, താങ്ക് യു.